ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അതായത് ഈ വീഡിയോയിൽ ഏതാണ്ട് 2600 വർഷം മുമ്പ് ഭാരതത്തിൽ ജനിച്ച ഒരു ഋഷിയുടെ പ്രതിമ അനാച്ഛാദനമാണ് നടത്തുന്നത്. ആ നടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എഡിൻബർഗിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് ഭാരതീയരെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനം ഉണ്ടാകുന്ന ഒരു നിമിഷമൊക്കെ തന്നെയാണ്. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ച് ഇത്തരത്തിലുള്ള ആദരങ്ങളൊക്കെ നൽകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ മുമ്പ് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഋഷികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പം അതിനെയൊക്കെ കെട്ടുകഥകളാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എന്താണ്, ആരാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഭാരതത്തിന്റെ വൈദ്യശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് സർജറിയിൽ പിതാവായി കണക്കാക്കപ്പെടുന്ന ഒരു മഹാഋഷിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് സുശ്രുതൻ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സംഹിതയുണ്ട്. സുശ്രുത സംഹിത എന്നാണ് ആ സംഹിതയെ പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നത്തെ സമയത്ത് അലോപ്പതി ഒന്നുമില്ല. അന്ന് നമുക്കുള്ളത് ആയുർവേദം മാത്രമാണ്. ഈ ആയുർവേദത്തിൽ അദ്ദേഹം സംഭാവന നിരവധി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഭാരതമെമ്പാടും അറിയപ്പെടും. പക്ഷേ നമ്മളിൽ പല ആൾക്കാർക്കും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു മാത്രം. അതായത് ക്രിസ്തു വർഷത്തിന് മുമ്പ്, BCE മുമ്പ് ഏതാണ്ട് 1000-600 വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ വാരണാസി അല്ലെങ്കിൽ കാശിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാഋഷിയായിരുന്നു സുശ്രുതൻ. അന്നത്തെ കാശി ഭരിച്ചിരുന്ന ദിവോദാസ ധന്വന്തരി എന്ന രാജാവിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ സുശ്രുത സംഹിത എന്ന ആ വലിയ വിഖ്യാതമായ ഗ്രന്ഥം രചിച്ച ആളാണ് സുശ്രുതൻ. അദ്ദേഹത്തിനെ പറ്റിയുള്ള പ്രത്യേകത, ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് അനാറ്റമി, ശരീരഘടനയെപ്പറ്റിയും വിവിധ രോഗങ്ങളെപ്പറ്റിയും, അന്നത്തെയുള്ള വിവിധ രോഗങ്ങളെപ്പറ്റിയും ഔഷധ സസ്യങ്ങളെപ്പറ്റിയും ശസ്ത്രക്രിയ രീതികളെപ്പറ്റിയും ഈ സംഹിതയിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 184 അധ്യായങ്ങളുള്ള ഈ സംഹിതയിൽ ഏതാണ്ട് 1120 രോഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 700ഓളം ഔഷധ സസ്യങ്ങളെപ്പറ്റിയും വിവരിക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് ഭാരതീയനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും അംഗീകരിക്കത്തില്ല. എന്നാൽ ലോകമെമ്പാടും അംഗീകരിച്ച സത്യമാണത്. അത് സുശ്രുതനായിരുന്നു ഈ പ്ലാസ്റ്റിക് സർജറി നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്, പൈനിയർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് റൈനോപ്ലാസ്റ്റി. അക്കാലത്തെ യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് മൂക്കും ചെവിയൊക്കെ നഷ്ടപ്പെടും. അത് നമ്മുടെ നെറ്റിയിലെയോ കവിളത്തെയൊക്കെ ചർമ്മം ഉപയോഗിച്ച് തിരിച്ച് റീഫിക്സ് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ അദ്ദേഹം അന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി ഓഫ് നോസ് എന്ന് അന്ന് അദ്ദേഹം ചെയ്തിരുന്നത്. പ്ലാസ്റ്റിക് സർജറി മാത്രമല്ല, സർജറിക്ക് ആവശ്യമായ കത്തികൾ, ഫോഴ്സെപ്സ്, സൂചികൾ, അങ്ങനെ തുടങ്ങി ഏതാണ്ട് 120ഓളം ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ പറ്റി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അനസ്തേഷ്യ. ഇന്ന് നമ്മൾ കൊടുക്കുന്ന അനസ്തേഷ്യ പോലെ അന്നത്തെ സമയത്ത് വൈനും അന്നത്തെ ഔഷധങ്ങളും ഒക്കെ ചേർത്ത് അനസ്തേഷ്യ നൽകി ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് പ്രചാരത്തിലുള്ള കാറ്ററാക്ട് സർജറി, അതായത് നമ്മുടെ കണ്ണിന്റെ തിമിര ശസ്ത്രക്രിയ, കൗച്ചിങ് എന്ന് പറയുന്ന ആ ശസ്ത്രക്രിയ അന്ന് അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റുഡന്റ് പഠിക്കുന്ന ഡിസെക്ഷൻ അഥവാ ശവശരീരങ്ങളെ കീറി മുറിച്ചുള്ള രീതികൾ അന്നേ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ ശിഷ്യന്മാരെ കൃത്രിമ മാതൃകയിലും മരച്ചീളുകളിലും പഴങ്ങളിലും ഒക്കെ കീറി മുറിച്ച് പരിശീലിപ്പിച്ചിട്ട് ശേഷം മാത്രമാണ് മനുഷ്യ ശരീരത്തിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ വികസിക്കുന്നതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2600 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നതാണ് ഇതിൽ നിന്നും വെളിപ്പെടുന്നത്. ഇനി ഇത് നമ്മൾ മാത്രം പറയുന്നതാണോ, വീമ്പടിക്കുന്നതാണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. സ്കോട്ട്ലാൻഡിൽ സ്ഥാപിതമായ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ് എന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് സ്ഥാപിതമായത് 1505-ലാണ്. അവിടെ പ്ലേഫെയർ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ഇദ്ദേഹത്തിന്റെ ഏതാണ്ട് 90 കിലോഗ്രാം ഭാരമുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ചിറങ്ങുന്ന സർജന്മാരൊക്കെ ഈ പ്രതിമയുടെ മുമ്പിൽ കൂടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവരെ ആദരിച്ചിട്ടാണ്, അദ്ദേഹത്തിനെ ആദരിച്ചിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും സർജന്മാരുടെ പ്രധാന സംഘടനയായ മെൽബണിലെ റോയൽ ഓസ്ട്രേലിയൻ കോളേജിൽ മഹാഋഷിയായ സുശ്രുതന്റെ 1.2 മീറ്റർ ഉയരമുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചത്. അമേരിക്കയിലെ സർജന്മാരുടെ
ആഗോളതലത്തിലുള്ള കൂട്ടായ്മയായ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ACS അവിടുത്തെ ലൈബ്രറിയിലും പഠന വിഷയങ്ങളിലും അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി നൽകിയ സംഭാവനകളെപ്പറ്റി പ്രത്യേകം പറയുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിനെ പൈനിയർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലും ഇദ്ദേഹത്തിനെ ആദരിച്ചിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കോളേജിൻ്റെ ഗാർഡനിൽ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കാശിയിലെ വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ശസ്ത്രക്രിയയിൽ പറയുന്ന 3 ഘട്ടങ്ങൾ, അതായത് പൂർവ്വകർമ്മ അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് കെയർ, പ്രധാന കർമ്മ സർജറി, പശ്ചാത് കർമ്മ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്നിവയൊക്കെ വൈദ്യശാസ്ത്രത്തിന് പരിചയപ്പെടുത്തിയത് സുശ്രുതനാണ് എന്ന് ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഋഷിമാരെയും നമ്മുടെ ഭാരതത്തിൽ ജീവിച്ച് നമുക്ക് വഴികാട്ടികളായി അല്ലെങ്കിൽ നമുക്ക് സംഭാവനകൾ നൽകിയ നിരവധി ആളുകളെയും ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിക്കാനെങ്കിലും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത്.